ഹായ്. മുമ്പ് എന്നെ വളരെയധികം ആഹ്ലാദിപ്പിച്ച ഒരു ഗവൺമെന്റിന്റെ തീരുമാനമായിരുന്നു ജെൻഡർ ന്യൂട്രലിറ്റി യൂണിഫോം സ്കൂളുകളിൽ നടപ്പാക്കുക എന്നുള്ളത്. മിക്കവാറും എല്ലാ ദിവസവും നിരവധി സ്കൂളുകളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോകുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മുടെ കുട്ടികൾ എന്തിനാ ഈ ഇറുകി പിടിക്കുന്ന വസ്ത്രവും ടൈയും കോട്ടും ഒക്കെ കെട്ടി വന്നിരുന്ന് വീർപ്പ് മുട്ടുന്നത്. വിദ്യാലയങ്ങളൊക്കെ കളിക്കളങ്ങളാവണം അല്ലെ. കലാലയങ്ങളും കളിക്കളങ്ങളും എന്നൊക്കെ പറയുന്നതാണ് വിദ്യാലയം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വളരെയധികം ഫ്രീ ആയിട്ട് വളരെയധികം ലൂസായിട്ടുള്ള ട്രാക്ക് പാന്റും ടീഷർട്ടും സ്നീക്കേഴ്സും ഒക്കെ ഇട്ട് പൂത്തുമ്പികളെ പോലെ കുട്ടികൾ വന്ന്, ഈവൻ എന്റെ ആഗ്രഹത്തിൽ അധ്യാപകർ പോലും അങ്ങനെ വന്നാൽ മതി എന്നുള്ളതാണ്. വന്ന് ഒരു സ്പോർട്ടി പ്ലേസ് ആവണം സ്കൂളുകൾ, വളരെയധികം പ്ലേഫുൾ ആയിട്ടുള്ള, അതിലൂടെ പഠിത്തം, കളി, ആരോഗ്യം, പഠനം, കലയൊക്കെ നന്നായി സമഞ്ജസമായി സമ്മേളിക്കുന്ന ഒരു ഇടമാകണം വിദ്യാലയങ്ങൾ എന്ന് നമ്മൾ ആഗ്രഹിച്ചു. അപ്പൊ അന്ന് ആ യൂണിഫോം കൊണ്ടുവന്ന സമയത്തും ഇവിടെ ഏതൊക്കെയോ പ്രഷർ ഗ്രൂപ്പുകൾ പറഞ്ഞത് കേട്ട് ഗവൺമെന്റ് അത് വേണ്ടെന്ന് വെച്ചു. വളരെ വിഷമം തോന്നി. ഇപ്പോ പുതിയ തീരുമാനം എന്ന് പറയുന്നത് സുംബ നൃത്തം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് അങ്ങേയറ്റം ആഹ്ലാദിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമുക്ക് എല്ലാ കുട്ടികൾക്കും A+ ഒക്കെ വാങ്ങി വലിയ പഠിപ്പിസ്റ്റ് ഒന്നും ആകാൻ പറ്റത്തില്ല. ഇന്ന് നമ്മൾ വിദ്യാലയങ്ങളിൽ കോഗ്നിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ടെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു കുട്ടി മിടുക്കനാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നത്. അത് മാത്രമല്ലല്ലോ ഒരു കുട്ടിയെ മിടുക്കനാക്കുന്നത്. അപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട്, സ്കൂളുകളിൽ A+ കൊടുക്കണമെങ്കിലുള്ള ഒരു മാനദണ്ഡം, ഒരുപക്ഷെ ആ കുട്ടി 1 മണിക്കൂർ കൊണ്ട് 10 കിലോമീറ്റർ ഓടി കാണിക്കുകയോ അല്ലെങ്കിൽ 10 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ സ്പ്രിന്റ് ചെയ്യുകയോ, ഒരു 100 സൂര്യ നമസ്കാരമോ അല്ലെങ്കിൽ ഒരു 100 പുഷപ്പോ അല്ലെങ്കിൽ ആ ഒരു ഇന്റൻസിറ്റിയുള്ള ഏതെങ്കിലും ഒരു വ്യായാമ പദ്ധതി ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് വേണം ആദ്യത്തെ A+ കൊടുക്കാനെന്നും, രണ്ടാമത് ഒരു വിദ്യാർത്ഥി വളരെയധികം നന്നായിട്ട് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാവണം രണ്ടാമത്തെ A+ എന്നും, അങ്ങനെ ലൈഫ് സ്കിൽസിനും ബിഹേവിയറിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു അസസ്മെന്റ് ആവണം ഈ A+ കൊടുക്കാനൊക്കെ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോ നമ്മളൊരു കോഗ്നിറ്റീവ് എബിലിറ്റി മാത്രം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക് A+ ഒക്കെ കൊടുക്കുന്നത്. അതൊക്കെ ആകട്ടെ. പക്ഷെ എന്നാലും ഒരു സ്കൂളിൽ നിന്ന് നമ്മളൊരു വിദ്യാർത്ഥിയെ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് വരുമ്പോ മിനിമം ആ കുട്ടിക്ക് നല്ല ആരോഗ്യമെങ്കിലും ഉണ്ടാകാൻ പറ്റുമെങ്കിൽ അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ വളരെ വലിയൊരു നേട്ടമായി കാണാൻ പറ്റും. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസത്തിന് സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിജയം. അപ്പോ ഈ സുംബ നൃത്തം ഇപ്പോ സ്കൂളിൽ വേണമെന്ന് പറയുമ്പോഴും ചില പ്രഷർ ഗ്രൂപ്പുകൾ യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാതെ എന്തൊക്കെയോ പറഞ്ഞ് എതിർക്കുന്നുണ്ട്. ഇത് വളരെയധികം മോശമായ കാര്യമാണ്. അതിന് യാതൊരു മനുഷ്യരും പിന്തുണ കൊടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് പണ്ട് തോന്നിയിട്ടുണ്ട്, യോഗയും ധ്യാനവും ഒക്കെ സ്കൂളുകളിൽ നിർബന്ധമാക്കണം. കാര്യം അതൊക്കെ വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് ഈ യോഗയും ധ്യാനവും ഒക്കെ എന്ന് വെച്ചാൽ അവർക്ക് ക്ഷമ കുറയുന്നു കുട്ടികൾക്ക്. അപ്പോ കുറച്ച് ക്ഷമ കൂടാൻ, സ്പാൻ ഓഫ് അറ്റൻഷൻ കുറയുന്നു. ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ കാലത്ത് ജീവിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ അതൊക്കെ കുറയുന്നത് കൊണ്ട് തന്നെ യോഗയും ധ്യാനവും ഒക്കെ ഒരു കുട്ടിയെ കുറച്ചും കൂടി ക്ഷമ ഉള്ള ആളാക്കി വളർത്താൻ സഹായിക്കും എന്ന് തോന്നി. പക്ഷെ അതൊന്നും നമുക്ക് ഈ നാട്ടിലിപ്പം മിണ്ടാൻ പറ്റത്തില്ല. കാര്യം ഈ യോഗ എന്നൊക്കെ പറഞ്ഞ ഒരുപക്ഷെ നമ്മളെ സംഖ്യ എന്നവരെ വിളിച്ചളയും. അങ്ങനത്തെ ഒരു നാട്ടിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. 2014 ശേഷമാണ് യോഗയൊക്കെ വന്നതെന്ന രീതിയിലാണ് നമ്മളിപ്പോ സംസാരിക്കുക. പക്ഷെ സുംബ വന്നപ്പോ ആ പ്രശ്നമെല്ലാം സോൾവ് ആയ കാര്യം. സുംബ കുറച്ചും കൂടി നമുക്ക് എല്ലാവർക്കും ഒരു ഡാൻസ് ചെയ്യാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ മ്യൂസിക് കേട്ട് നൃത്തം ചെയ്യുകയും അതിനോടൊപ്പം ആരോഗ്യകരമായിട്ടുള്ള ചുവടുകൾ വെച്ച് ആരോഗ്യപ്രദമായി നമ്മുടെ ഹൃദയാരോഗ്യം കൂട്ടുകയും നല്ലൊരു കാർഡിയോ വസ്കുലർ വ്യായാമം ചെയ്യുന്ന, അനാവശ്യമായിട്ടുള്ള കൊഴുപ്പുകളൊക്കെ ശരീരത്തിൽ ഇല്ലാതാവുന്ന നല്ല ആരോഗ്യപ്രദമായ ഒരു സമൂഹത്തെ ഉണ്ടാക്കാൻ സുംബ അങ്ങേയറ്റം സഹായിക്കും. വളരെ ലോകോത്തരമായ ഒരു പദ്ധതിയാണത്. വളരെ എല്ലായിടത്തും വിജയകരമായി പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു നല്ല പദ്ധതിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യായാമ പദ്ധതിയെ ബോറടിക്കത്തില്ല. ഒരു പാട്ട് കേട്ട് നൃത്ത ചുവടുകൾ വെച്ച് ആരോഗ്യകരമായി ജീവിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അപ്പൊ ഇത് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും യോജിച്ചതായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഗവൺമെന്റ് അത് നടപ്പാക്കാൻ നോക്കിയത്. അവരിപ്പോ യോഗയൊക്കെ നടപ്പാക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ അതൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ളൊരു എന്തിനാണെന്ന് ചിന്തിച്ച ഒരു അന്തവുമില്ല. യോഗയ്ക്ക് പോലും എതിരാളികളുണ്ട് നമ്മുടെ നാട്ടിൽ. ഭയങ്കര തമാശയാണ് ഇതൊക്കെ. പക്ഷെ സുംബ നൃത്തം വന്നപ്പോ അതിനെ എതിർക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര അക്രമമാണ്. അത് ജനാധിപത്യത്തിനോടുള്ള ഒരു വെല്ലുവിളിയാണ്. അത് ഒരു കാരണവശാലും മനുഷ്യർ അത് അനുവദിക്കരുത്. നമ്മുടെ കുട്ടികൾ എല്ലാവരും വലിയ പഠിപ്പിസ്റ്റൊന്നും ആയില്ലെങ്കിലും നല്ല ആരോഗ്യമുള്ള കുട്ടികളായിട്ട് വളരട്ടെ. അതുകൊണ്ട് ഈ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന സുംബ വന്ന് വീട്ടിലെ അച്ഛനമ്മമാരെയും പഠിപ്പിക്കട്ടെ. അങ്ങനെ
ഇതൊരു ആരോഗ്യ കേരളത്തിന് മുതൽക്കൂട്ടാവുന്ന ഒരു സംഗതിയായി മാറട്ടെ. ജാതിമത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പേരും സർക്കാരിനൊപ്പം നിൽക്കേണ്ട സമയമാണിത്. ഇത് നമ്മുടെ സ്കൂളുകളിൽ നടപ്പാക്കുക തന്നെ വേണം. കാരണം ആരോഗ്യമാണല്ലോ എല്ലാത്തിന്റെയും തുടക്കം. അപ്പോ ആരോഗ്യകരമായിട്ടുള്ള ഒരു കേരളം ഉണ്ടാകാൻ വേണ്ടി വിദ്യാഭ്യാസം ആരോഗ്യത്തിലൂടെ എന്ന മുദ്രാവാക്യം കേട്ടോ നമുക്ക് മുമ്പോട്ട് പോവാം. ഈ ഒരു തീരുമാനമെടുത്ത സർക്കാരിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. താങ്ക് യു.